യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നമുക്കറിയാം, 5 കന്യകമാർ ക്ഷണിക്കപ്പെട്ടിരുന്നവരായിരുന്നിട്ടും മണവാളനോടൊപ്പം അകത്ത് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എപ്രകാരം വിവേകത്തോടും തീക്ഷ്ണതയോടും കൂടിയായിരിക്കണം നാം ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് എൽസമ്മ, എൻ്റെ വീട് വെള്ളൂർ. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾ 8 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിലുണ്ടാവുകയും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷനായിപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലിവറിനൊക്കെ കയറി പിടിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊച്ചിനെയും തളേനെയും കിട്ടുമെന്ന് പോലും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് വല്ലാതെ വിഷമിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കരിസ്മയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, എൻ്റെ മകളെയും കുഞ്ഞിനെ ഒരു കേടുപാടും കൂടാതെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഏത് നിമിഷം ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സമ്മതപത്രത്തിൽ ഒപ്പൊക്കെ എഴുതിച്ചു. ഞാൻ ഇത് വായിച്ചിട്ട് ഞാൻ കണ്ണുനീരോടെ ഞാൻ പറഞ്ഞു കരിസ്മയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, കുഞ്ഞിന് തളയ്ക്ക് ഒരു കേടുപാടും കൂടാതെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ സുഖമായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ വചന വിരുന്നിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവരാജ്യം വളർത്താൻ ദൈവത്തിനാവശ്യമായിട്ടുള്ളത് വിവേകവതികളെയും തീക്ഷ്ണമതികളെയുമാണ്. അതേക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി തീക്ഷ്ണമതികളാകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുവാനും അത് നമ്മെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഉയർത്തുവാനും ആഗ്രഹിച്ച് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. വചനം പ്രഘോഷിക്കുന്നവർക്കും വചനം ശ്രവിക്കുന്നവർക്കും ആ അഭിഷേകം ഉണ്ടാകുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും തീഷ്ണതയിൽ ആത്മാവിനാൽ ജ്വലിക്കുന്ന ക്രിസ്തു ശിഷ്യരാകുവാൻ, ദൈവമക്കളാകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനഃപ്പാടമറിയാവുന്ന ഒരു വചനം, ഇല്ലെങ്കിൽ മനഃപ്പാടമാക്കേണ്ട ഒരു വചനം. റോമ 12-ാം അധ്യായം 11-ാമത്തെ വചനം ഇപ്രകാരമാണത് പറയുന്നത്: തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ
ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവൻ. എത്ര മനോഹരമായ കാര്യം, എത്ര അർത്ഥവത്തായ കാര്യം ഈ ഒരൊറ്റ വചനത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തീക്ഷ്ണതയിൽ മാന്യം വരരുത്. ആത്മാവിൽ നമ്മൾ ജ്വലിക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളവർക്കാണ് കർത്താവിന് യോഗ്യതയോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുക. നമ്മളെല്ലാവരുടെയും ദൗത്യം, ദൈവമക്കള്, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൗത്യമാണ് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക, ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുക, ദൈവരാജ്യം വളർത്തുക എന്നുള്ളത്. ഇതിന് ആവശ്യമായ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വിവേകവതികളായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 2 അധ്യായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. 25-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 10 കന്യകമാർ, അതിൽ 5 പേര് വിവേകവതികളായിരുന്നു, 5 പേര് വിവേകശൂന്യരായിരുന്നു. വിവേകവതികൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്, സൗഭാഗ്യത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെമ്മരിയാടുകളെ ചെന്നായ്കളുടെ ഇടയിലേക്ക് എന്നതുപോലെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും എന്നാൽ സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കണം. ദൈവം തൻ്റെ ജനത്തിൽ നിന്ന്, ശുശ്രൂഷകരിൽ നിന്ന്, ശിഷ്യരിൽ നിന്ന്, അപ്പസ്തോലന്മാരിൽ നിന്നെല്ലാം ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തീക്ഷ്ണമതികളായിരിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ്. നമുക്കതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഉപകാരപ്രദമല്ലാത്ത, അതല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ദോഷകരമായി തീരാവുന്ന ഒരു തീക്ഷ്ണത. അതേക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് 2-3 വചനഭാഗങ്ങൾ ദോഷകരമായ തീക്ഷ്ണതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വചനഭാഗങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. പൗലോസ്ലീഹ താൻ സാവൂളായിരുന്ന കാലത്തെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ ദൈവത്തെ പ്രതി, മതത്തെ പ്രതി തീക്ഷ്ണതയുള്ളവനായിരുന്നു. പക്ഷെ ആ തീക്ഷ്ണത അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനായിരുന്നെന്ന് നമുക്കറിയാം. സഭയെ പീഡിപ്പിക്കാൻ, യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ, അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണവൻ. അതിനുവേണ്ടി അവൻ വളരെയേറെ അധ്വാനിച്ചവൻ, തീക്ഷ്ണതയുണ്ടായിരുന്നവൻ, സമർപ്പണബോധമുണ്ടായിരുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കാണുകയാണ് അത് നാശം വിതയ്ക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് നമ്മുടെ തീക്ഷ്ണത ദൈവരാജ്യം പണിതുയർക്കുകയാണോ, മറ്റുള്ളവരുടെ ആത്മീയ ഉന്നമനത്തിനാണോ അത് ഉപകരിക്കുന്നത്, അതോ ഏതെങ്കിലും വിധത്തിൽ നാശത്തിലേക്കാണോ അത് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു വചനഭാഗം, പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. അത് പറയുന്നത് ഇപ്രകാരമാണ്, നീരസം വളർത്തുന്ന ഒരു തരം
സാമർഥ്യം നിങ്ങൾക്കുണ്ടാകാം. നീരസം വളർത്തുന്ന സാമർഥ്യം. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സാമർഥ്യം, ഒരു തീഷ്ണത, ഒരു കഴിവ് എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് നീരസം വളർത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചിലർ അപാര കഴിവുള്ളവരും ശക്തിയുള്ളവരും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെയാണ്. പക്ഷേ ഈ കഴിവെല്ലാം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ട് തീഷ്ണത പ്രകടിപ്പിക്കുന്ന, സാമർഥ്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമെന്ന്. അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ദോഷകരമായ തീഷ്ണതയിൽപ്പെടുന്ന ഒരു കാര്യമാണതെന്ന്. മൂന്നാമതായിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 19, 2-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: വിജ്ഞാനരഹിതമായ ഉത്സാഹം. എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനി തൻ്റെ ഉത്സാഹം കാണിക്കുമ്പോൾ അത് നന്മയ്ക്കായി ഉപകരിക്കും. പക്ഷേ വിജ്ഞാനമില്ലാത്തൊരു വ്യക്തി, ജ്ഞാനമില്ലാത്തൊരു വ്യക്തി ഉത്സാഹം കാണിക്കുമ്പോൾ അത് ദോഷകരമായി തീരാം. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ് ഓവർ എന്തൂസിയാസം. ഓവർ എന്തൂസിയാസം, പ്രിയപ്പെട്ടവർ, അത് ഗുണത്തേക്കാൾ കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, അത് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന കാര്യം. ഇനി 2-ാമത്തെ പോയിന്റ് ഇതാണ്: ഗുണകരമായ തീക്ഷ്ണത. ബൈബിളിൽ ഏതാനും ചില വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ തീക്ഷ്ണത നമ്മൾ നേടിയെടുക്കണം എന്നുള്ളത്. എഫേസുസ് 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം. യു മസ്റ്റ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പൂരിതരാകണം. ഇത് നമുക്ക് ഒത്തിരിയേറെ ഗുണപ്പെടുന്ന ഒരു തീഷ്ണതയിലേക്ക്, ദൈവരാജ്യത്തെ വളർത്തുന്ന ഒരു തീഷ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. 2-ാമത്തെ വചനഭാഗം 2 തീമോത്തി 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. നമുക്ക് ഒരുപക്ഷെ ഒരിക്കൽ ലഭിച്ച ദൈവിക വരം, വരദാനങ്ങൾ, അഭിഷേകം, അതേതെങ്കിലും വിധത്തിൽ തണുത്തു പോകുന്നെങ്കിൽ അത് വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. അതിന് പൗലോസ്ലീഹ പറയുകയാണ് കൈവെപ്പ് ശുശ്രൂഷ ആ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്ന്. നമ്മൾ കാണുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഒരു ചോദ്യം: തങ്കത്തിനെങ്ങനെ മങ്ങലേറ്റു? ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരിസ്മയിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നിലേറെ അരളിക്ക, മോൺസ്ട്രൻസ്, അത് ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി സ്വർണം പൂശിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒളിമങ്ങുമ്പോൾ, ശോഭ കുറയുമ്പോൾ നമ്മൾ വീണ്ടും അത് ശോഭ കൂട്ടേണ്ടതിന് സ്വർണം പൂശിക്കാറുണ്ട്. അരളിക്ക നമ്മൾ വെയിലത്ത് വെക്കാറില്ല. പ്രിയപ്പെട്ടവർ, അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന, അതുപോലെ തന്നെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അരളിക്ക, അതിൻ്റെ ശോഭ മങ്ങുമെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മളിലെ അഭിഷേകം തണുക്കാനും കുറയാനുമൊക്കെ സാധ്യതകളുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ അഭിഷേകം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെയാണ് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഗുണകരമായ ഈ അഭിഷേകത്തെക്കുറിച്ച്, തീക്ഷ്ണതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ തീക്ഷ്ണത, ഇതിൻ്റെ അഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പല വിധത്തിലുള്ള പാപങ്ങൾ
നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഞാനൊരു ദേവാലയത്തിലിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പാസ്കൽ തിരി, പെസഹ തിരി, അതിങ്ങനെ, അപ്പോൾ അവിടെ ശുശ്രൂഷകളൊന്നും നടക്കാതിരുന്ന സമയം, അതുകൊണ്ട് തന്നെ ആ തിരി കെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ തിരിയുടെ നാമ്പിൽ തന്നെ ഒരു ഈച്ച സുഖമായിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയൊരു ചിന്ത, ആ തിരി കത്തിയാണിരുന്നെങ്കിൽ ആ ഈച്ച അങ്ങനെ ഇരിക്കില്ലായിരുന്നു. നമുക്കറിയാം, തീയുടെ മുകളിലേക്ക് വരുന്ന ഈച്ചയായിരിക്കാം, മറ്റെന്തെങ്കിലും പ്രാണികളായിരിക്കാം, അത് ആ സമയം തന്നെ ചത്തുവീഴും. ഇതുപോലെ ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പാപത്തിന് ചേക്കേറാൻ പറ്റില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൽ കത്തി ജ്വലിച്ച് തീയായി തീർന്ന പല വ്യക്തികളെക്കുറിച്ചും നമുക്ക് കാണാൻ പറ്റും. അതിലേതാനും വ്യക്തികളെയെങ്കിലും നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം. ഇതിന് മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു യേശുക്രിസ്തു. മറിയത്തിൻ്റെ കാര്യം വ്യത്യസ്തമല്ല. നമ്മൾ കാണുന്നുണ്ട്, ലൂക്ക 1:28 മുതൽ വായിച്ചാൽ, കൃപയുടെ നിറവുണ്ടായിരുന്ന മറിയം, അഭിഷേകത്തിൻ്റെ നിറവുണ്ടായിരുന്ന മറിയം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന മറിയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ജ്വലിച്ച് കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പനായിട്ടെടുക്കാവുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. അമ്മയായിട്ടെടുക്കാവുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വചനഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുക്കുകയാണെങ്കിൽ ആത്മാവിൽ ജ്വലിച്ച നിരവധി വ്യക്തികളെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് മോശയെക്കുറിച്ച് മനസ്സിലാക്കാം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ, ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം, നീ ലീഡേഴ്സായിട്ടുള്ള ഒരു 70 പേരെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഞാൻ നിൻ്റെ അഭിഷേകത്തിൽ നിന്ന് ഒരു പങ്കെടുത്ത് അവരെ അഭിഷേകം ചെയ്യും, അവരും നിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷയിൽ നിന്നെ സഹായിക്കട്ടെ. ഇപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, മോശയുടെ അഭിഷേകം എന്തായിരുന്നു? ആ അഭിഷേകത്തിൻ്റെ ഒരു പങ്കെടുത്തപ്പോൾ 70 പേരെ, 70 ലീഡേഴ്സിനെ അഭിഷേകമുള്ളവരാക്കി മാറ്റാൻ സാധിച്ചു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജോഷുവ. നമ്മൾ കാണുന്നുണ്ട്, നിയമാവർത്തനം 34-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനമെടുത്താൽ, ആത്മാവിൽ പൂരിതനായിരുന്നു ജോഷുവ. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനമെടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മിന്നലാക്രമണം നടത്തുന്ന ജോഷുവ. ആത്മാവിൽ പൂരിതനായി ഒരു മിന്നലാക്രമണം നടത്തുന്ന ജോഷുവയെ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജോഷുവ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. മറ്റൊരു വ്യക്തിയെ കൂടി പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് ഏലിയ പ്രവാചകനാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, 1 മുതൽ 3 വരെയുള്ള വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രവാചകനായ ഏലിയ തീപ്പന്തം പോലെ ജ്വലിക്കുന്നൊരു രംഗം. അവൻ പ്രത്യക്ഷപ്പെട്ടതും അവൻ സംസാരിച്ചപ്പോൾ അവിടെ സംഭവിച്ചതും അഗ്നി ജ്വാലകൾ, തീപ്പന്തം, അത് അവൻ്റെ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി പ്രിയപ്പെട്ടവർ, പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, പൗലോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബർണബാസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. ഇനി പ്രിയപ്പെട്ടവർ, നിങ്ങൾ
അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായവും 7-ാം അധ്യായവും എടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മ നിറവുള്ളവളായിരുന്നു. 2-ാം അധ്യായം, ലൂക്ക 2-ാം അധ്യായം 25 മുതൽ വായിച്ചാൽ ശിമിയോനും അന്നായും അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലുടനീളം ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അവരിൽ ഒരാളായി തീരാൻ നമുക്ക് സാധിച്ചാൽ നമ്മളിലൂടെയും ദൈവരാജ്യം വളരും. ഈ ഒരു തീഷ്ണത, ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, യേശുക്രിസ്തു, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം യേശു അഭിഷിക്തനാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഈ ലോകത്ത് ലൗകിക സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ വിശിഷ്ടമായ ഒരു കാര്യമാണ് കർത്താവിനെ പ്രതി തീക്ഷ്ണമതികളായിട്ട് മാറുക എന്നുള്ളത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ദൈവമക്കൾ, എല്ലാ ക്രിസ്ത്യാനികളും വിവേകവതികളും തീക്ഷ്ണമതികളുമായിരിക്കണം. അതിന് നമുക്ക് വേണ്ടത് സ്വർഗീയമായൊരു അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിറവാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം പറയുന്നുണ്ട്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് ഒരു വിശുദ്ധീകരണം ഏറ്റെടുക്കാം. നമുക്കിനിയും ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ലോകത്തോടും ലൗകിക വസ്തുക്കളോടുമാണ് ഇഷ്ടം, സ്നേഹം, അടുപ്പം എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് അവിടെ നിന്നും പറിച്ചെടുക്കണം. നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അഭിഷേകം ഏറ്റെടുത്ത് തീയായി മാറുവാൻ, ആത്മാവിൽ ജ്വലിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. ലോകത്തിൻ്റെതായ ഏതെങ്കിലും അംശങ്ങൾ, ലൗകികതയുടെ ആ ഒരു പ്രസരിപ്പ്, അതാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടുവാൻ, വിശുദ്ധീകരണം ലഭിക്കുവാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ രക്തത്താലും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാലും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പാപമുള്ളിടത്ത് ആത്മാവിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് ആത്മീയ ജ്വലനം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. കർത്താവേ, അങ്ങയുടെ വചനം കേട്ടവരാണ് ഞങ്ങൾ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ പന്തക്കൊസ്താനുഭവം ഏറ്റെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന അവസ്ഥയെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി ഉയർത്താം. ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക തലത്തിലും ദൈവത്തിന് നമ്മളെ ഉയർത്താൻ പറ്റും. നമ്മൾ ദൈവരാജ്യം അന്വേഷിച്ച് നീതിപൂർവം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം, ഈ ലോക ജീവിതത്തിന് വേണ്ടതുപോലും കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. അത് അവിടുത്തെ വാഗ്ദാനമാണ്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. നീ രോഗിയാണോ? കർത്താവേ, എനിക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. നീ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തിയാണോ? കടബാധ്യതയിൽ നഷ്ടം തിരിയുന്ന വ്യക്തിയാണോ? കർത്താവേ, നീ സമ്പന്നനാണ്. എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകാൻ നിനക്ക് സാധിക്കും. ദൈവത്തോടൊന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന നിലവിളികൾ കർത്താവിന് നിരസിക്കാൻ പറ്റില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കർത്താവിനോട് നിലവിളിച്ചിട്ട് ആരാണ് നിരാശപ്പെടേണ്ടി വന്നത്? നമുക്ക്
ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്താം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, കർത്താവേ എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കട്ടെ. പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി വൈദികരായി ഞങ്ങളിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം നീട്ടി ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വേദനകൾ, നൊമ്പരങ്ങൾ എല്ലാം അങ്ങ് അറിയുന്നവനാണ്. രോഗാവസ്ഥകൾ, പാപാവസ്ഥകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം അറിയുന്ന കർത്താവേ, ഇവരുടെ മേൽ അവിടുത്തെ കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ട വിടുതലും സൗഖ്യവും വിശുദ്ധീകരണവും അഭിഷേകവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ.